കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പവിത്ര നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുവചനമായി നിങ്ങളുടെ ഇടയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനായി ഈ അവസരം ഒരുക്കി തന്ന മോളമ്മയ്ക്കും നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദി. ഇവിടെ നമ്മളെ ഇപ്പം കേട്ടു, മകളെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്ന്. ഒരു അനുഗ്രഹമായ അനുഭവമാണ്. കാര്യം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായ വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അനുതാപ ഹൃദയത്തോടായിരിക്കും അവൾ ആ ദിവസങ്ങൾ കഴിഞ്ഞുകൂടിയത്. ഒരു വലിയ സന്തോഷം അവൾ ആ നിത്യരാജ്യത്തിൽ ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. നഷ്ടപ്പെട്ട ഒരാത്മാവായിട്ടല്ല, നിത്യയുടെ അനുഭവത്തിൽ, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു ചെന്നു എന്നുള്ളതാണ്. ഞാനും ദിവസവും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ദൈവഹിതം എന്തായിരിക്കണം, അത് ആ ജീവിതത്തിലാകാവൂ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സൗഖ്യദായകൻ ദൈവമാണ്. കർത്താവിനറിയാം ആരെ നേരത്തെ ചേർക്കണമെന്നുള്ളത്. എനിക്കുള്ള 2-3 അളിയന്മാർ, ഒരു അളിയൻ ഉണ്ടായിരുന്നു, വളരെ നല്ല മനുഷ്യൻ, ഏറ്റവും നല്ലത്. അവനെ നേരത്തെ അങ്ങ് വിളിച്ചു. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, ദൈവത്തിന് നല്ല മക്കളെയൊക്കെ നേരത്തെ അങ്ങ് വിളിക്കും. കാര്യം ദൈവസന്നിധിയിൽ അവരെ വിശുദ്ധന്മാരായിട്ട് എപ്പോഴും കാണപ്പെടണം. അതുകൊണ്ട് നമ്മളെ ആത്മാവിന് വേണ്ടി നന്ദി ദൈവത്തിന് അർപ്പിക്കുക, കൂടാതെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുവാൻ തക്കവണ്ണം അവരെ ഈ സമയത്ത് വേദനപ്പെടുമ്പോൾ അവർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം. നമ്മളെല്ലാവരും ക്രിസ്തുവിലുള്ളവരാണ്. നമ്മളാരും മരണം അനുഭവിക്കുന്നവരല്ല. ശരീരം വിടും. ശരീരം ത്യജിക്കുക എന്നുള്ളത് ഉടുപ്പ് ദഹിക്കുന്നതിന് പോളേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആത്മാവ് മരിക്കില്ല. കർത്താവിലായിരിക്കുന്ന ഒരു വ്യക്തി പോലും നശിക്കുകയോ നഷ്ടപ്പെടുകയില്ല. അത് ഒരു വലിയ സൗഭാഗ്യ അവസ്ഥയാണ് നമ്മുടെ. അതുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന യുവനം 2 ദിനവൃത്താന്തം 2 എന്ന് ഉള്ള 2 വാക്യങ്ങളാണ്. 2 ദിനവൃത്താന്തം 7:14-15. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. 2-ാമത്തെ വാക്യം 2 ദിനവൃത്താന്തം 14:4. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ ഒന്നു ചേർന്ന് പല ഭവനങ്ങളിലായിട്ട് സൂം മീറ്റിംഗായിട്ട് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് തൃക്കൺ പാർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾ ഞങ്ങൾ തക്കത്തിൽ ഉപയോഗിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപയേക്കുന്ന കർത്താവ്. ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. ഞങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല. ഞങ്ങൾ അങ്ങയ്ക്കുള്ളവരായിട്ട് എന്നും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ആ അനുഭവത്തിലേക്ക് അനുദിനം വഴി നടത്തുന്ന കർത്താവ്. ഇന്ന് കേൾക്കുന്ന വചനത്തിൽ ഞങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുവാനും അത് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും അത് യാഥാർത്ഥ്യമായി തീരുവാനും അങ്ങയിലേക്ക് കൂടുതൽ കൂടുതൽ ആഴമായി ചാരുവാനും കർത്താവെ അങ്ങയിൽ തന്നെ ആശ്രയം വെപ്പാനും അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിപ്പാനും ഇവിടെ ഞങ്ങളെ പ്രാപ്തമാക്കണം. കുറവുകളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടെന്നുള്ളത് അങ്ങ് അറിയുന്നു കർത്താവ്. അതൊക്കെയും അങ്ങ് പരിഹരിക്കണം. നന്മയാൽ ഞങ്ങളെ നിറയ്ക്കണം. ആശ്വാസമുള്ളവരായി, നന്മയുള്ളവരായി, അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാനിടയാക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയും കേട്ടതിനാൽ സ്തോത്രം. മുൻപുള്ള യേശുവിന്റെ വിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ച ആദ്യത്തെ വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത്, ദൈവഹിതപ്രകാരം ശലോമൻ ഒരു ദേവാലയം പണിയിപ്പിച്ചു. അവിടെ ജനം ഒന്നു ചേർന്ന് യഹോവയെ ആരാധിക്കുന്നതിനും വിശിഷ്യ യാഗമർപ്പിക്കുന്നതിനും യെരൂശലേം പട്ടണത്തിൽ ഒരു സ്ഥാനമുണ്ടായി. ആ സ്ഥാനത്തിന് ബഹുവിധ വിശേഷതയുണ്ടായി. ഒന്ന്, അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിന് ബലിയർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോയ സ്ഥാനമാണത്. ഉൽപ്പത്തിയുടെ 22:2 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: മൂരിയ ദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. അതിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി.
ഇത് യെരൂശലേം ദേവാലയം പണിഞ്ഞ സ്ഥലമാണ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. ദൈവത്തെ പൂർത്തീകരിക്കുന്നതിൽ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചവനും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനുമായിട്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അനുസരണത്തോടെ ഉള്ള വ്യക്തിത്വം. നാം എപ്രകാരമുള്ള വിശ്വാസത്തിനുടയവരാണ്? താൽക്കാലികവും സ്വാർത്ഥതയുടെയും സ്വയ അഭിലാഷ പൂർത്തീകരണത്തിന് മാത്രം അവസരം നോക്കിക്കാണുന്നവരാണോ? വിശ്വാസവീരന്മാരായിരുന്ന പൂർവ്വപിതാക്കന്മാരെ യഥാർത്ഥത്തിൽ അനുകരിക്കുവാൻ നാം യോഗ്യരോ? നാം ചിന്തിക്കേണ്ടതാണ്. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചതുപോലെ അബ്രഹാം ചെയ്തു. തൻ്റെ ഒരു പുത്രനെ ഉള്ളൂ. ആ പുത്രനെ യാഗം കഴിപ്പാനായിട്ട് പറയുമ്പോൾ അത് അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർക്കണം. അതുപോലെ നാം കാണുന്നു, യെരൂശലേം ദേവാലയം എവിടെയായിരുന്നു പണിതത് എന്ന് 2 ദിനവൃത്താന്തം 3:1 നാം വായിക്കുന്ന ഇപ്രകാരമാണ്: അനന്തരം ശലോമോൻ യെരൂശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. അവിടെയാണ് ശലോമോൻ ആ ദേവാലയം പണിത്. യെരൂശലേം ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ശലോമോനോട് പ്രത്യക്ഷനായി കൽപ്പിച്ച ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തന്റെ ജനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മിൽ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ദൈവം എന്താണ്? മറ്റൊന്നുമല്ല, ധനമോ സമ്പത്തോ നമ്മുടെ മറ്റു കാര്യങ്ങളൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഉള്ളങ്ങളിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം, രൂപാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തെ അന്വേഷിക്കണം. അതുപോണക്ക് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക, ദൈവഹിതത്തിനനുസരണമായി ദൈവമക്കളായിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന സാൻമാർഗിക അധപ്പതനം, ആത്മീയ ഉദാസീനത, ലൗകിക അനുരഞ്ജനം, ഇവയൊക്കെ കാലാകാലങ്ങളിൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. എന്താണ് ഈ സാൻമാർഗിക അധപ്പതനം? നല്ലതും മോശവും തമ്മിലുള്ള ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സാൻമാർഗിക അധപ്പതനം എന്ന് പറയുന്നത്. എന്താണ് ആത്മീയ ഉദാസീനത? ദൈവത്തോടും ആത്മീയതയോടുമുള്ള താല്പര്യം നഷ്ടപ്പെടുന്നത്. ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹമില്ല, ദൈവഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ ആഗ്രഹമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിതങ്ങൾ ഇന്ന് പ്രാർത്ഥനയിലുണ്ട്, നാളെ ഇല്ല. പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ആചരിപ്പാനോ ഒന്നും ഒരു താല്പര്യതയില്ലാത്ത ഒരവസ്ഥ. അതാണ് ആത്മീയമായിട്ട് ഉള്ള ഉദാസീനത. അടുത്തത് ലൗകിക അനുരഞ്ജനം. അത് ആത്മീയതയെ ഉപേക്ഷിച്ച് ലോക താല്പര്യങ്ങളിൽ ചേരൽ. ഇതാണ് ഇന്നത്തെ ഏറ്റവും കൂടുതലായിട്ടുള്ള അനുഭവങ്ങളെ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളങ്ങളിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ദൈവിക ന്യായവിധി ഉണ്ടാകാമായിരിക്കുമെന്നാണ് വാക്യം 13 പറയുന്നത്. ഞാൻ വായിച്ച ആ വാക്യത്തിൽ 2 ദിനവൃത്താന്തത്തിൽ അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടിക്കുളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ. അതിൻ്റെ അനുഭവത്തെപ്പറ്റി അന്നത്തെ കാലത്ത് അത് ശലോമോനോട് അവിടെ ദൈവം പറയുകയാണ്. ഇത് ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ചട്ടങ്ങളും കൽപ്പനകളുമായിട്ട് മാത്രമല്ല, ഏത് തലമുറയിൽ, ഇന്നത്തെ തലമുറയിലും തൻ്റെ ജനത്തിനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനയാണ്, ഒരു വാണിംഗ്. എന്നാൽ ജനം പശ്ചാത്തപിച്ച് എപ്രകാരം ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് ദൈവം പറയുന്നുണ്ട്. എങ്ങനെ പശ്ചാത്തപിച്ച് നിങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്ന നിബന്ധനകൾ നാം 14-ാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. 1, താഴ്മപ്പെടുക. ഒന്നാമത്തെ കർത്താവ് പറയുന്നത് എന്തുവാ? താഴ്മ. നമ്മളെ തന്നെ താഴ്ത്തുക. അതെങ്ങനെ സാധ്യമായി തീരും? ദൈവവചനം കേട്ട് അത് സ്വീകരിച്ച് സ്വയം ശോധന കഴിച്ച് ദൈവജനം തങ്ങളുടെ പരാജയങ്ങൾ അംഗീകരിക്കണം, തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കണം, സ്വയം ദൈവഹിതം ചെയ്യുവാനുള്ള സമർപ്പണത്തെ പുതുക്കണം. ഒരു വ്യക്തി ദൈവത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും മുമ്പാകെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ
സ്വന്തം ആത്മീയ ദാരിദ്ര്യം അംഗീകരിക്കുക എന്നാണ് അർത്ഥം. എന്നിൽ കുറവുണ്ട് കർത്താവേ, എന്നിൽ ബലഹീനതയുണ്ട്, ഞാൻ അടിയനെ തന്നെ തിരുമുൻപിൽ താഴ്ത്തുന്നു എന്ന് പറയുവാൻ അല്ലെങ്കിൽ അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അഹമല്ല നമ്മൾക്ക് വേണ്ടത്, താഴ്മയാണ്, എളിമയാണ്. ദൈവസന്നിധിയിൽ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും എളിമയോടുകൂടി ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം കാട്ടിക്കൊടുക്കുക. നാം വ്യത്യസ്തരാണ് എന്ന് നാം മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവർ പറയണം, ഒരു വ്യത്യസ്ത വ്യക്തിയാണ് ഈ ഞാൻ കാണുന്നത് എന്ന് പറയുവാൻ. അതായത് നുറുങ്ങിയ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. അതായത് നാം നമ്മുടെ ഹൃദയത്തെ നുറുങ്ങിയ ഹൃദയത്തോടുകൂടി നമ്മുടെ തെറ്റുകളെ അറിഞ്ഞ് നമ്മുടെ അഹത്തെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന തിന്മകളെ മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് നുറുങ്ങിയ ഹൃദയത്തോട് കടന്നു വരിക. സങ്കീർത്തനക്കാരൻ പ്രകാരം പറയുന്നുണ്ട്. 51:17 ഒന്ന് വായിച്ചേ. 51 സങ്കീർത്തനം 51:17. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവമേ നീ നിരസിക്കയില്ല. അതെ, നുറുങ്ങിയ ഹൃദയത്തോട്, തകർന്ന ഹൃദയത്തോട് തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അത് നിരസിക്കുന്ന ഒരു ദൈവമല്ല, അവയെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതെ, തിരുവചന സത്യത്തെ മനസ്സിലാക്കി തൻ്റെ കുറവുകളെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി, തൻ്റെ പാപത്തെക്കുറിച്ചുള്ള കഠിന ദുഃഖവും തൻ്റെ ദുഷ്ടഹൃദയ വിചാരങ്ങളെക്കുറിച്ചുള്ള വ്യതയും, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ അറിവില്ലാതെ അവിവേകത്തോടെ ചെയ്തു പോയി എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഓർത്ത് തകർന്ന് ദൈവസന്നിധിയിൽ കുറ്റമേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം ആ നിലവിളിയെ നിരസിക്കുകയില്ല എന്ന് തിരുവചനം പറയുകയാണ്. സത്യമാണ്. നാം തകർന്ന് നുറുങ്ങി വേദനപ്പെട്ട് അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ആ അപ്പന്മാരോട് ചേർക്കുമെന്നുള്ളതിന് സംശയം ഇല്ല. അതാണ് ആ അപ്പനെ വിട്ടുപോയ ആ മുടിനായ പുത്രനെ പറ്റി നമ്മൾ പറയാറുണ്ട്. തിരിച്ചു വന്നപ്പോൾ അവനെ ആലിംഗനം ചെയ്ത് ചേർക്കുന്ന ഒരു പിതാവ്. അതെ, നമ്മുടെ സ്വാർത്ഥതയും നികളവും ഉള്ള ആത്മാവിനെ താഴ്ത്തി നമ്മുടെ പാപക്ഷമയുടെ കൃപയ്ക്കായിട്ട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ കാരുണ്യവാനായ ദൈവം നമ്മെ സ്വീകരിച്ച് നമ്മെ പുതുക്കി ഉറപ്പിക്കും എന്നതാണ് സത്യം. അത് തിരുവചനം പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 57:15 ഇപ്രകാരം പറയുന്നു: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം വിളിച്ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവനയവുമുള്ളവരോടുകൂടെയും വസിക്കുന്നു. ആമീൻ. ദൈവം പറയുന്നത് അതാണ്. നാം മനസ്താപത്തോടെ കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ സ്വീകരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ലൂക്കോസിന് ശേഷം 18:14 യേശുക്രിസ്തു പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവവചനം പറയുന്നത് തന്നെത്താൻ താഴ്ത്തുന്നവരോട് കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചു അവരുടെ ആത്മാക്കളെ ഉണർത്തി പുതുജീവൻ നൽകി തൻ്റെ സാന്നിധ്യത്തിൻ്റെ ആശ്വാസം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 34:18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ആമേൻ. നാമും കർത്താവിനെ പോലെ സൗമ്യതയും താഴ്മയും ഉള്ളവരായി തീരുവാൻ സാധ്യമായി തീരണം. കർത്താവ് പറഞ്ഞത് എന്താണ്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ. സർവശക്തൻ പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ. ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇതാണ് നമ്മളിലുള്ള കുറവ്. നമ്മളിൽ സൗമ്യതയുണ്ടോ? താഴ്മയുണ്ടോ? നിങ്ങളെ ഹൃദയമല്ലേ നമ്മുടെ ഉള്ളങ്ങളിലുള്ളത്? എന്തിനും ഏതിനും മറുതലിച്ചു പറയുവാൻ തക്കവണ്ണം, എല്ലാവരെയും നിന്ദിക്കുവാൻ തക്കവണ്ണം,
മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുവാൻ തക്കവണ്ണമല്ലേ നമ്മുടെ ജീവിതം? നമ്മുടെ ജീവിതത്തിൽ എവിടെ എളിമ? സർവശക്തൻ പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ, എന്നെ കണ്ടു പഠിപ്പീൻ. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയാണോ? ചിന്തിക്കേണ്ടതാണ്. തിരുവചനം കേൾക്കുന്നത് കേട്ടു പോകുവാനല്ല, നമ്മളെ സ്വയം ഒന്ന് ശോധന കഴിപ്പാനും നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാനുമാണ്. കർത്താവ് അത് മാത്രം ആഗ്രഹിക്കുന്നത്. മാനസാന്തരപ്പെടാം, ദൈവസന്നിധിയിലേക്കൊന്ന് തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് യേശുക്രിസ്തു ദൈവമായി ആണെങ്കിലും തന്നെ താഴ്ത്തി മറ്റുള്ളവരെ സേവിച്ച യേശു തന്നെ അതിന് ഒരു ഉത്തമ ഉദാഹരണം. ഇതിൽ കൂടി വലിയ ഉദാഹരണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഇപ്രകാരം പ്രബോധിപ്പിച്ചു യേശുവിനെ പറ്റി. അതൊന്ന് വായിച്ചേ. ഫിലിപ്പിയർ 2:5-8 വരെയുള്ള വാക്യം. കർത്താവ് എങ്ങനെയാണ് എന്ന് നിവർത്തി നോക്കും. ഇതിൽ കൂടി ഒരു ഉദാഹരണമില്ല താഴ്മയ്ക്ക് വേണ്ടി. ഫിലിപ്പിയ ലേഖനം 2:5-8 വരെയുള്ള വാക്യം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഓക്കെ, താങ്ക് യു. നോക്കുക, സർവശക്തന്റെ അവസ്ഥ ഇത്ര വ്യക്തമായിട്ട് ഫിലിപ്പിയരോട് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? നമ്മോടും അതാണ് പറയുന്നത്. നിങ്ങൾ ആ ക്രിസ്തുവിലേക്ക് നോക്കുക. എത്ര താഴ്മയാണ്! സർവശക്തനെങ്കിലും ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് മരണത്തോളം തന്നെ താഴ്ത്തിയ ഒരു വ്യക്തിത്വം. ഇതിൽ കൂടി ഒരു ഉദാഹരണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ല. നാം സ്വന്തം ഹൃദയത്തോട് നാം ഓരോരുത്തരും ഒന്ന് ചോദിക്കേണ്ട കാര്യമാണ്. നാം എത്രമാത്രം നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലായിരിക്കുന്നുവെന്ന്. ഈ ക്രിസ്തുവിനെ പോലെ നാം പറയുന്നുണ്ട്, ക്രിസ്തുവിനെ പോലെ അനുരൂപരായി ജീവിക്കണം, ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. പക്ഷെ ഒന്ന് ഓർക്ക്, നമ്മൾ അങ്ങനെയാണോ? നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലായിരിക്കുന്നുവെന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ദൈവത്തിന് എത്രമാത്രം പൂർണ്ണ സ്ഥാനം നൽകിയിരിക്കുന്നുവെന്ന് ഒന്ന് ചിന്തിക്കണം. പണത്തിനാണോ അതോ ദൈവത്തിനാണോ സ്ഥാനം? ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടത് എങ്ങനെയാണെന്നറിയും. ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ അതിശയിച്ചു. ഒരു വെള്ളക്കുതിര ഓടി വരുന്നതായിട്ട് കണ്ടു. അതിൻ്റെ പുറകിൽ ഒരു വെളുത്ത മനുഷ്യൻ, വലിയ ഹൈറ്റുള്ള ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം എൻ്റെ അടുത്തോട്ട് വന്ന് കുറെ പണം എനിക്ക് നീട്ടിത്തന്നു. എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കയ്യിൽ വെച്ചു. എനിക്ക് വേണ്ട, എനിക്ക് കർത്താവ് യേശുവിനെ വേണം. നിന്റെ അടുത്തുണ്ടോ കർത്താവ് യേശു എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി ഒരു പുഞ്ചിരിയോടുകൂടി കടന്നു പോയതായിട്ട് ഞാൻ കണ്ടു. പെട്ടെന്ന് കണ്ടത്. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ അന്നേരം ദൈവത്തിന് സ്തോത്രം പറഞ്ഞ എന്താണ്? രാത്രിയുടെ യാമത്തിലും കർത്താവ് എന്നെ ശോധന കഴിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭൗതികമായ ആവശ്യത്തെപ്പറ്റിയല്ലോ, നിന്നെപ്പറ്റിയുള്ള ആവശ്യത്തെപ്പറ്റി എൻ്റെ ആത്മാവ് കെഞ്ചിയല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്, യേശുവിന് എത്രമാത്രം സ്ഥാനം നൽകിയിരിക്കും. അതോ ഇന്നും നാം ഹൃദയത്തിൽ ഇരട്ടു നിറഞ്ഞവരായിട്ട്, കഠിന ഹൃദയരായിട്ട്, ദൈവത്തെ മാനിക്കാതെ ജീവിതം തുടരുന്നുവോ? സ്വയം ശോധന കഴിക്കുക. നമ്മൾ ആദ്യം വായിച്ച ആ വാക്യത്തില് രണ്ടാമത് പറയുന്നത് പ്രാർത്ഥിക്കുകയാണ്. ആദ്യം പറയുന്നത് താഴ്ത്തുക, രണ്ടാമത് ദൈവം പറയുന്നത് നീ പ്രാർത്ഥിക്കുക. ദൈവജനം അതീവ നിരാശയിലാകുമ്പോൾ കരുണയ്ക്കായി ദൈവത്തോട് നിലവിളിക്കാം. ദൈവം ഇടപെടുന്നതിനായിട്ട് നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥതയുള്ളതും സ്വർഗത്തിൽ നിന്നും ദൈവം ഉത്തരം അരുളുന്നതുവരെ നിരാശരാകാതെ തുടരുന്നതുമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന അത് നിർത്തരുത്. നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടിപ്പായിട്ട്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ധനത്തിന് വേണ്ടി, ലോകത്തിൻ്റെ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ? അത് ചിന്തിക്കണം. അല്ല, ദൈവന്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൻ്റെ കളങ്കമേക്കാതെ വണ്ണം എന്നെ അങ്ങ് സംരക്ഷിക്കണം. എൻ്റെ ജീവൻ അങ്ങ് തന്നതാണ്, ഇത് അങ്ങ് വിലപ്പെട്ടതാണല്ലോ. അടിയൻ നിരാശനായി ഈ ലോകത്തെ പോകാനിടയാകരുത്, നശിപ്പാനിടയാകരുത്. അത് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ
നമുക്ക് ആശ്വാസവും സമാധാനവും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിപ്പാൻ സാധിക്കും. സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും പ്രതികൂലമായിരിക്കും. നമുക്കറിയാം, ദാസി വളരെ കഷ്ടപ്പെട്ടാണ് ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ജീവിതത്തിൽ ഇതുണ്ടാകും. വിഭവങ്ങൾ അപര്യാപ്തമായിരിക്കും. പല കാര്യങ്ങളും നമുക്ക് കാണത്തില്ല. കഴിക്കാൻ ആഹാരം കാണത്തില്ല. വസിക്കുവാൻ ഒരു വീടില്ല. ഈ ലോകത്തിൽ വന്നു. പല കാര്യങ്ങളിലും കുറവുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ദൈവമക്കൾ എന്ന നിലയിൽ ഇതൊക്കെ കുറവുള്ളപ്പോഴും ഒന്ന് ഓർക്കുക, ഇതൊക്കെയും കുറവുള്ളപ്പോഴും ഓർക്കുക, നാം ദൈവമക്കളാണ് എന്ന നിലയിൽ ആവശ്യങ്ങളെ തിരുസന്നിധിയിൽ പകർന്ന് വിളിച്ചപേക്ഷിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. ദൈവമേ, അടിയനെ എങ്ങനെയാക്കിയിരിക്കുന്നു, അത് പ്രകാരം ഞാൻ ആയിരിക്കണം, അപ്രകാരമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ RTA ബസ് അൽനാദ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പള്ളിയിലേക്ക് ഒന്ന് പോകാനൊരു ടാക്സി എടുത്തു. അതിൽ ഡ്രൈവറിൻ്റെ പേര് നിസാർ എന്നാണ്. എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ പേര് ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹൈന്ദവനാണ്, വലിയ കുടുംബത്തിലെയാണ്. ഞാൻ 10 വർഷം സൗദിയിൽ പണി ചെയ്തു, വീടൊക്കെ വെച്ചു. ഇപ്പോൾ RTA വന്ന് ജോയിൻ ചെയ്ത പിന്നെ വലിയ പ്രയാസമാണ്, കഷ്ടതയാണ്, പ്രയാസമാണ്. ഞാൻ അദ്ദേഹത്തോട് ദൈവവചനം പറഞ്ഞു, ട്രിനിറ്റി ചർച്ച് വരെ. അവനോട് പറഞ്ഞു, നിൻ്റെ പിതാവ് നിനക്ക് അരമുറി അപ്പം തരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? ആ അപ്പനോട് ചേർന്ന് സ്നേഹം നീ വിട്ടുകളയുമോ, മാറിക്കളയുമോ എന്നൊക്കെയുള്ള വചനം ഞാൻ പറഞ്ഞു കൊടുത്ത് അങ്ങ് വരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ദൈവമാണ് അങ്ങേ എൻ്റെ കൂടെ വിട്ടത്. എൻ്റെ ഹൃദയത്തിലെ ആകുല ചിന്തകളിൽ നിന്ന് എന്നിൽ നിന്ന് മാറ്റി തന്നത് അങ്ങാണ്. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ഹൈന്ദവനാണ്. ഞാൻ അവനോട് പറഞ്ഞു, ദൈവം എന്തിനെ എങ്ങനെയാക്കിയിരിക്കുന്നു അതുപോലെ ജീവിക്കുവാൻ പഠിക്കുക. അവിടെ മറുതിലിച്ചൊരു ശബ്ദമില്ല. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് അടിയൻ ഇങ്ങനെ തന്നെ ജീവിക്കണമെങ്കിൽ അടിയൻ അങ്ങനെ തന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഇതം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തു അതാണ് പറഞ്ഞത്. പലരും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൻ്റെ ഉറപ്പില്ലായ്മ മൂലം ചിന്തിക്കാറുണ്ട്, ദൈവമില്ല എന്ന്. ദൈവം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന്. ഞാൻ പറയുന്നത് ദൈവം കേൾക്കുന്നില്ല. ദൈവം പറയുന്നത് നീ കേട്ടില്ലേലും നീ പറയുന്നത് ദൈവം കേൾക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതമുണ്ട്. ഓർക്കുക, ദൈവം ഒരിക്കലും മാറ്റമില്ലാത്തവൻ. മാറുന്നത് അസ്ഥിരരായ നമ്മൾ മാത്രം. ഓർക്കുക, സൂര്യൻ സ്ഥാനചലനമില്ലാതെ ഇരിക്കുന്നത് പോലെ ദൈവവുമായിരിക്കും. ദൈവം എവിടെയായിരിക്കുന്നു അവിടെയാണ്. പക്ഷേ നമുക്കും ഈ സൂര്യനും ഇടയിൽ ചിലപ്പോഴൊക്കെ കാർമേഘങ്ങൾ വരാം. അതുപോലൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ വരുന്നത്. കാർമേഘങ്ങളുടെ ഇടയ്ക്ക് സൂര്യനെ മറച്ചു കളയും. അതുപോലെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിന് സ്ഥിരതയോടുകൂടി ആ കാർമേഘത്തിന് സൂര്യനെ മറയ്ക്കുവാൻ സാധിക്കില്ല. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഒരു വിശ്വാസിക്ക് ആ കാർമേഘത്തിനോ ആ സാത്താനോ സാധ്യതയില്ല. കുറച്ചു നേരം വെച്ച് പ്രയാസങ്ങളൊക്കെ കൊണ്ടുവരും. അത് ഓർക്കുക, പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്, ക്ലേശങ്ങൾ ഉണ്ടാകാറുണ്ട്, രോഗാവസ്ഥ ഉണ്ടാകാറുണ്ട്. അത് സ്ഥായിയായി നിൽത്തുവാൻ അവന് സാധിക്കുകയില്ല. അത് ഓർക്കുക. അതുപോണൊക്കെ എപ്രകാരം കാർമേഘം ആ സൂര്യനെ മറയ്ക്കുന്നു, അപ്രകാരമുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും കഷ്ടതകളും. അത് കഴിയുമ്പോൾ ഒരു അനുഗ്രഹകരമായ ഒരു കണ്ടുമുട്ടലുണ്ട്. ആ സൂര്യനെ മറയ്ക്കുവാൻ അതിന് സാധിക്കാത്തതുപോലെ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സാധിക്കുകയില്ല. നാം നിരാശരാകത്തില്ല. ആ മറഞ്ഞിരിക്കുന്ന സമയത്തും ദൈവമേ, നീ എന്നെ കാണുന്നുവല്ലോ, ഞാൻ അങ്ങയെ കാണുവാൻ ശ്രമിക്കുമ്പോഴും കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നുവല്ലോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. നാം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നാം പതറാതെ ഇരിക്കുന്നത്. നമ്മുടെ വിശ്വാസം നമ്മൾക്ക് കൂടുതലായിട്ട് പൂർണ്ണമായുണ്ട്. ഇനി എന്തെല്ലാമാണ്, ഏതെല്ലാം കാർമേഘങ്ങൾ വന്നോട്ടെ, ഏതെല്ലാം ക്ലേശങ്ങൾ വന്നോട്ടെ, ഏതെല്ലാം കഷ്ടതകൾ വന്നോട്ടെ, പക്ഷേ എൻ്റെ വിശ്വാസത്തിന് മാറ്റം ഉണ്ടാകുകയില്ല. ഈ ദൈവം ഇന്നും എന്നും എനിക്ക് അനന്യൻ തന്നെയാണ്, അനന്യൻ തന്നെ, എന്നിൽ നിന്ന് മാറുന്നില്ല, അവൻ്റെ കണ്ണെന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എപ്പോഴും ഓർക്കും. നമ്മളെപ്പോഴും പാടാറുണ്ട്, കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ എന്ന്. കൂടാതെ പറയുന്നുണ്ട്, കഷ്ടങ്ങളിൽ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഇതൊക്കെ പാടി അങ്ങിരിക്കും. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പാടുമ്പോൾ എന്തോ എവിടെയൊക്കെ ചിന്തിച്ച് എന്തൊക്കെയോ പാടുമ്പോൾ ഓർക്കണം, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഏതെല്ലാം കഷ്ടതകളിലും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ തോരണിയിൽ കടന്നു പോകേണ്ട അവസ്ഥ വരുമ്പോഴും കണ്ണുനീരിന് വലിയ വിലയുണ്ട്.
വിശ്വാസിയുടെ കണ്ണുനീരിന് വലിയ വിലയുണ്ട്. ദൈവസന്നിധിയിൽ വിഴപ്പെട്ടാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ പവിഴമുത്തുകളെക്കാൾ വിലയുള്ളതാണ് ഒരു വിശ്വാസിയുടെ കണ്ണുനീർ. കർത്താവ് അത് മായ്ച്ചു കളയില്ല, അത് തുരുത്തിയിൽ കരുതി വയ്ക്കും. ഹല്ലേലൂയ. തൻ്റെ മകൻ്റെ കണ്ണുനീരിന് വിലയുള്ള ഒരപ്പൻ. ഹല്ലേലൂയ. ഇത്രമാത്രം നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവം. തിരുവചനം പറയുന്നു എബ്രായ ലേഖനത്തിൽ, അതുകൊണ്ടാണ് 4:14 പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തിന് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ആ സമയം നിനക്ക് കിട്ടും. അറിയാം അപ്പന്. ഹല്ലേലൂയ. ഇന്ന് ആ മകളെ വിളിച്ചു, അവൾക്ക് ആശ്വാസം കൊടുത്തു. ശരീരത്തിനാണ് അവിടെ കേടുപറ്റിയത്, അവിടെ ആത്മാവിനല്ല. അവിടെ ആത്മാവ് പവിഴം പോലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. തന്റെ ഭക്തന്മാരുടെ മരണമേ യഹോവയ്ക്ക് വലുതാകുന്നു. ഹല്ലേലൂയ. അവള് പറഞ്ഞില്ലേ, 2 ദിവസം കൂടെ എൻ്റെ കർത്താവ് എനിക്ക് തരുമെന്ന്. എൻ്റെ മോടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ. അവിടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു. പറയും, മോളെ നീ പോര്. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയുടെ ദിവസങ്ങൾ കഴിഞ്ഞു. കാർമേഘം നിന്റെ മുന്നിൽ നിന്ന് എൻ്റെ വീഴയും ഇടയിലുള്ള കാർമേഘം മാറി മോളെ. അവൾ ആ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടത് അതാണ്. നമുക്ക് ദുഃഖിക്കുവാനല്ല. ഹല്ലേലൂയ. ആ മകൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം പറയുവാനാണ്. കർത്താവേ, ഇവിടെ കഷ്ടതയിൽ നിന്ന്, ക്ലേശത്തിൽ നിന്ന് അവൾക്ക് വിടുതലും ആശ്വാസം നൽകി നിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതെ, ക്രിസ്തു നമ്മുടെ ബലഹീനതകളോട് സഹതാപം കാണിക്കുവാൻ ഹല്ലേലൂയ കാണിക്കുന്നവനാണ്. വായിന്റെ വാക്യം 15 നാം വായിക്കുന്നു, നമുക്ക് മഹാപുരോഹിതൻ, എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. ആമീൻ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെ അവൻ അറിയുന്നു, നമ്മുടെ കുറവുകളെ അറിയുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടല്ല, ഈ ലോകത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ അവസ്ഥയിൽ ജീവിച്ച് നമ്മുടെ ബലഹീനതകളെ പൂർണ്ണമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിട്ടാണ് കർത്താവ് കടന്നു വന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ ബലഹീനതകളും, എൻ്റെ എല്ലാ കുറവുകളും ശരിയാവണ്ണം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. ശത്രു നമ്മൾക്കിടയിൽ വലിയ കാർമേഘങ്ങളെ വെക്കാം, ജീവിതത്തിൽ പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഉണ്ടാക്കി വെക്കാം. പക്ഷേ അവിടെയൊക്കെ പതറാത്ത എൻ്റെ വിശ്വാസം, എൻ്റെ കർത്താവ് ജീവനുള്ള കർത്താവാണ്. ഈ പ്രയാസമോ ഈ ക്ലേശമോ ഈ കണ്ണുനീരോ ഒന്നും എന്നെ എൻ്റെ വിശ്വാസത്തിൽ തടയില്ല എന്ന് പറയുവാൻ കൊണ്ടിവിടെയായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടു കൂടിയ ആ സ്വർഗീയ സിംഹാസനത്തെ സമീപിക്കുവാൻ സാധിക്കും. ദൈവമക്കള എന്ന നിലയിൽ അതാണ് സ്വർഗീയ സിംഹാസനത്തോട് സമീപിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? നാം ദൈവത്തിൻ്റെ മക്കളാണ്. എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഏത് സമയത്തും എനിക്ക് ഓടിയെത്തുവാൻ സാധിക്കും. ഹല്ലേലൂയ. എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ക്ലേശങ്ങളും ആ തിരുചരണങ്ങളിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നീ എന്നെ കാണുന്നുവല്ലോ, എൻ്റെ വേദനകളെ നീ അറിയുന്നുവല്ലോ എന്ന്. ഹല്ലേലൂയ. ആ അപ്പൻ നമുക്ക് ആശ്വാസം പകരും. എന്തുകൊണ്ടെന്നാൽ കൃപയാൽ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. ആ കർത്താവ് ആഗ്രഹിക്കും നമ്മുടെ ഹൃദയമൊന്ന് അവൻ്റെ സന്നിധിയിലൊന്ന് പകരണമെന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചിന്താഗതികളെ തന്റെ സന്നിധിയിലൊന്ന് പകരണമെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. നാം അടുത്ത് ചെല്ലേണ്ടത് എപ്രകാരമെന്ന് എബ്രായ ലേഖൻ നമ്മളോട് പറയുകയാണ്. എബ്രായ ലേഖനം 10:22 പറയുന്നു, നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. എങ്ങനെയാണ് കടന്നു ചെല്ലേണ്ടത്? നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടടുത്ത് ചെല്ലുക. പരമാർത്ഥ ഹൃദയത്തോടടുത്ത് ചെല്ലുക, കപടതയോടല്ല. ഹല്ലേലൂയ. നാം അടുത്ത് ചെല്ലുക എന്നത് വിശ്വാസവും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുത്ത് ചെല്ലുന്നതും തമ്മിൽ വേർപെടുത്താനാവുകയില്ല. ക്രിസ്തുവിലൂടെ വേണം നാം അവിടെ അടുത്ത് ചെല്ലുവാൻ. നമ്മുടെ വിശ്വാസം അതാണ്, ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസം. ആ സത്യം നമ്മെ മനസ്സിലാക്കുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. പൂർണ്ണതയാ. ഹല്ലേലൂയ. എന്താണ് വിശ്വാസം? വിശ്വാസം എന്താണ്? വിശ്വാസം ഒന്ന് സത്യസന്ധമായി ദൈവത്തെ സമീപിക്കുന്നതും സത്യസന്ധമായി ദൈവത്തെ സമീപിക്കുന്നതും ദൈവത്തിന്റെ നന്മയിൽ വിശ്വസിക്കുന്നതുമാണ് വിശ്വാസം. സത്യസന്ധമായി കടന്നില്ല, ഞാൻ ഈ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ, ആത്മാർത്ഥമായി കപടതയോളല്ല,
പൂർണ്ണ ഹൃദയത്തോട്, ഹല്ലേലൂയ, നിഷ്കളങ്ക ഹൃദയത്തോട് ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നു, ഞാൻ ഈ ദൈവത്തിൽ പൂർണ്ണമായ ദൈവത്തിൻ്റെ നന്മയിൽ വിശ്വസിക്കുക, എനിക്ക് ജീവിതം തന്ന ഈ ആത്മാവിനെ തന്നത് എൻ്റെ ദൈവമാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലും. അതാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത. ക്രിസ്തു മുഖാന്തരം ദൈവത്തെ സമീപിക്കുന്നവർക്ക് കരുണയും കൃപയും സഹായവും ലഭിക്കും, രക്ഷയും ശുദ്ധീകരണവും ലഭിക്കും. അവൻ നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഇയ്യോബിൻ്റെ ജീവിതം ഒന്ന് നോക്കുക. അത് നമ്മളെ മനസ്സിലാക്കുന്ന എന്താണ്? ഏതുവിധ കഷ്ടതകളോ എല്ലാവിധ നഷ്ടങ്ങളും, ഇയ്യോബിന് ഒരുപാട് കഷ്ടതയുണ്ടായി, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടമുണ്ടായി, അവൻ്റെ എല്ലാം നഷ്ടമായി, സ്വയം തകർക്കപ്പെട്ടു, അവൻ്റെ ശരീരം വരെ. ഹല്ലേലൂയ, ആ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷെ ഈ അവസ്ഥയൊന്നും ആ ദൈവഭക്തനെ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സാധ്യമായി. സാത്താൻ അതാ പറഞ്ഞത്, അവൻ്റെ വിശ്വാസമുണ്ടല്ലോ, നിന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, അതങ്ങ് വിട്ടുപോകും, നീ ഒന്ന് അയച്ചുവിട്, ഞാൻ കാട്ടിത്തരാം. അവൻ്റെ വിശ്വാസവും അവൻ്റെ സ്നേഹവും അവൻ്റെ ഭക്തിയുമൊക്കെ, ഇതൊക്കെ നീ അവന് കൊടുത്തിരിക്കുന്ന നന്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് അവൻ്റെ ഉള്ളങ്ങളിൽ ഇല്ല എന്ന്. സാത്താൻ്റെ ഒരു തന്ത്രവും ഫലിച്ചില്ല എന്ന് നമുക്കറിയാം. സർവശക്തനായ ദൈവം ഇയ്യോബിനെ ശരിക്കും അറിഞ്ഞുകൊണ്ടാണ് ഇത്ര വലിയ പരീക്ഷ അനുവദിച്ചത്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ അനുവദിച്ചു തരുമ്പോൾ ഓർക്കുക, നമ്മളിലുള്ള അവൻ്റെ വിശ്വാസം വലുതാണ്. നീ അവനെ വിശ്വസിച്ചില്ലേലും അവൻ നിന്നെ വിശ്വസിക്കുന്നു. ഈ മകൾക്ക് ഈ പരീക്ഷ ഘട്ടം ഞാൻ കൊടുക്കുമ്പോഴും അവൾ പതറുകയില്ല. ജോയ്സിന്റെ ആ വാക്കിൽ നിന്ന് എനിക്കതാണ് മനസ്സിലായത്. സർവശക്തൻ എനിക്ക് 2 ദിവസം കൂടെ തരും, സർവശക്തൻ എനിക്ക് 2 ദിവസം കൂടെ തരും. അതാണ് അവിടെ ജീവിതത്തിൽ ആ പരീക്ഷ കൊടുത്തു നോക്കിയത്. ദൈവയുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം കൊടുത്തു. അവൾക്കറിയാം, ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടും, ഇന്ന് ഞാനും നിങ്ങളും മാറ്റപ്പെടും, അത് സംശയമില്ല. തടയാനൊക്കുന്നതല്ല, അത് യാഥാർത്ഥ്യം. ദൈവം അറിഞ്ഞിരുന്നു ഇയ്യോബ് ഏത് ഘട്ടത്തെയും അതിജീവിപ്പാൻ തക്കവണ്ണം അവൻ്റെ ഉള്ളങ്ങളിലെ വിശ്വാസത്തിന്റെ ശക്തി അത്ര വലുതാണ്. അതുകൊണ്ടാണ് അനിച്ചത്. ഓർക്കുക, ദൈവം ഇയ്യോബിനെ ഈ ദുരിതാവസ്ഥയിലും തൻ്റെ ദൃഷ്ടി അവനിൽ നിന്നും അകറ്റിയില്ല. നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയിലും പ്രയാസത്തിലും നിന്റെ ഞെരുക്കത്തിലും പീഡയിലും അവന്റെ ദൃഷ്ടി നിന്നിൽ നിന്ന് മാറുകയില്ല. നീ അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഓർക്കുക, ഏത് കഷ്ടതയ്ക്കും നിന്നെ തകർത്ത് കളയുവാൻ സാധിക്കുകയില്ല. നിന്റെ ആത്മാവ് അനുദിനം ഹല്ലേലൂയ അത് തിളക്കമുള്ളതായിത്തീരും, ഹല്ലേലൂയ പ്രകാശമുള്ളതായിത്തീരും. ഹല്ലേലൂയ, നിന്റെ ഉള്ളങ്ങളിൽ ആശ്വാസം കണ്ടെത്തും. ശരീരം വളരെ കഷ്ടതയിലേക്ക് പോകുമെങ്കിലും ആത്മാവ് അനുദിനം ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, അതാണ് അവനിൽ നിന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. അതുപോലെ നമ്മുടെ കഷ്ടതയിലും പരീക്ഷഘട്ടത്തിലും ആ ദിവ്യ ദൃഷ്ടി തൻ്റെ വിശ്വസ്തരായ വിശ്വാസികളുടെ മേൽ എപ്പോഴും ഉണ്ട് എന്ന് ഓർക്കുക. ഇത് മറക്കരുത്. ഏത് കഷ്ടത വരുമ്പോഴും പറയുക, കർത്താവേ, നിന്റെ ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലേശങ്ങളും കഷ്ടതകളും എന്നെ വിട്ട് കടന്നു പോകും, ഈ ശരീര അസ്വസ്ഥത എന്നെ വിട്ട് കടന്നു പോകും. പക്ഷേ നിന്നിലുള്ള വിശ്വാസം പതറാതെ നിലനിൽപ്പാൻ തക്കൊണ്ട് എന്നെ ശക്തീകരിക്കണമേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന വേണ്ടത്, അല്ലാതെ മറ്റൊന്നല്ല. ഈ രോഗസൗഖ്യമാകുമോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഒന്നറിയുന്നു, ഞാൻ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുകയില്ല. നിന്നുള്ള വിശ്വാസത്താൽ ഞാൻ ബലപ്പെടും, ശക്തിപ്പെടും. ഹല്ലേലൂയ, ഏതവസ്ഥയെയും പ്രതികൂലങ്ങളെയും എതിരിടുവാൻ തക്കോണം ഞാൻ ശക്തിയുള്ളവളായിത്തീരും, ആയിത്തീരുമെന്നുള്ള പ്രാർത്ഥന, അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ഒരു ജോൺ ബ്രദർ ഉണ്ടായിരുന്നു, ഈ മേഴ്സിക്കറിയാം, ജോണി ബ്രദർ. അദ്ദേഹം ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുമായിരുന്നു, ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും ഓർക്കും, അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. ഹല്ലേലൂയ, അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ദൈവഭക്തനെ ദൈവം നേരത്തെ വിളിച്ചു, അവൻ്റെ ഓട്ടം ഓടി, അവൻ്റെ ഓട്ടം തികച്ചു, ഓടി ദൈവസന്നിധിയിലേക്ക് പോയി. രണ്ടാമതായ, പ്രാർത്ഥനയിലും ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലും ദൈവത്തോട് അടുത്ത് ചെല്ലാതിരുന്നാൽ, ഓർക്കുക, പ്രാർത്ഥനയിലും ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലും ദൈവത്തോട് അടുത്ത് ചെല്ലാതിരുന്നാൽ അവിടെ രക്ഷണ്യ വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല, അവിടെ രക്ഷ ഉണ്ടാവുകയില്ല. എന്താണ്? പ്രാർത്ഥനയിലും ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലും ദൈവത്തോട് അടുത്ത് ചെല്ലാതിരുന്നാൽ അവിടെ രക്ഷണ്യ വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. ഇബ്രാഹിം 10:38 പറയുന്നു, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവൻ പ്രസാദമില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഹല്ലേലൂയ. വിശ്വാസം ഏത് ജീവിതത്തിലും വലിയ സ്ഥിരതയോടുകൂടി ആയിരിക്കണം, സ്ഥായി ആയിരിക്കണം. എന്ത് വന്നാലും, ഏത് കഠിനത വന്നാലും, ഏത് കഷ്ടത വന്നാലും, ഏത് പരീക്ഷ വന്നാലും, ഹല്ലേലൂയ, അവിടെ പിന്മാറരുത്, മുന്നോട്ട് തന്നെ പോകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, നാം പരമാർത്ഥ ഹൃദയത്തോടുകൂടി സ്വർഗീയ സിംഹാസനത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും സഹായവും കരുണയും പാപക്ഷമയും ആത്മീയ ശക്തിയും അതിൽ നിന്ന് പ്രാപിപ്പാനിടയാകും. ഏത് സാഹചര്യത്തിൽ നമുക്കാവശ്യമായിരിക്കുന്ന സകലവും പരിശുദ്ധാത്മ പകർച്ചയും പരിശുദ്ധാത്മപരമായ ആത്മീയ വരങ്ങളും അതിൽ നിന്ന് പ്രവഹിക്കുന്നു എന്നോർക്കുക. രക്ഷയുടെ അതിശ്രേഷ്ഠമായ അനുഗ്രഹം ക്രിസ്തു ഇപ്പോൾ നമുക്ക് നമ്മുടെ മഹാപുരോഹിതനായിരിക്കുന്നു എന്നതാണ്. അതാണ് നമുക്കുള്ള വലിയൊരു അനുഗ്രഹം. ക്രിസ്തു തൻ്റെ സന്നിധിയിലേക്ക് നമുക്കായി ഒരു വഴി തുറന്നിരിക്കുന്നു. നമുക്കാവശ്യമായ സഹായം ഏത് സമയത്തും അതിനാൽ തേടുവാൻ സാധിക്കും. ഏത് നിമിഷവും എവിടെയായിരുന്നാലും നമുക്കാവശ്യമായ സഹായം നേടുവാൻ എൻ്റെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു പിതാവിൻ്റെ മുന്നിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. യേശു നമ്മളോട് പറയുന്നത് എന്താണ്? യോഹന്നാൻ സുവിശേഷം 14:14 പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഇതൊരു വാഗ്ദത്തമാണ്, മനുഷ്യരുടെ വാഗ്ദത്തമല്ല, സർവശക്തന്റെ വാഗ്ദത്തമാണ്. യേശുവിൻ്റെ നാമത്തിൽ നാം കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ നാം യേശുവിനെ സ്നേഹിക്കുന്നു. യേശു നമ്മളെയും അത്യാധികമായി സ്നേഹിക്കുന്നു. നാം യേശുവിനുള്ളവരും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. ഓർക്കുക, സ്വയം കർത്താവായിട്ട് കൂടി, ഞാൻ വീണ്ടും കർത്താവിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. സ്വയം കർത്താവായിട്ട് കൂടി യേശു ക്രിസ്തു ശക്തിക്കും കീഴ്പ്പെടലിനും വേണ്ടിയുള്ള പ്രാർത്ഥന ഗത്സമനത്തോട്ടത്തിൽ വെച്ച് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് യേശു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 22:41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാം. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്തായിരുന്നു? അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു: അങ്ങേയറ്റത്തെ വൈകാരിക ക്ലേശങ്ങളിൽ ശക്തി നേടുക, താൻ അനുഭവിക്കാൻ പോകുന്ന ആ വലിയ പ്രയാസങ്ങളെ അതിജീവിപ്പാൻ തക്കവണ്ണം, അതിനെ നേരിടുവാൻ തക്കവണ്ണം ഉള്ള ശക്തി നേടുവാനുള്ള പ്രാർത്ഥന. യേശുവിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടവുമായിട്ട്, അവിടെയാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറ്റട്ടെ, അത് യോജിപ്പിക്കുക. ദൈവഹിതത്തിനനുസരണമായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത് ശക്തി സംഭരിച്ചു. രണ്ടാമതായിട്ട് എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് തൻ്റെ ജീവിതം അർപ്പിക്കുന്നു. പിതാവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നത് കാണിക്കുക. പിതാവിൽ, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക നൽകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നാം പഠിക്കേണ്ട പാഠം, ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം എന്താണ്? വേദനാജനകമാണെങ്കിൽ പോലും, വളരെ പ്രയാസമുണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴടങ്ങാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. അല്ലാതെ മറ്റു കാര്യങ്ങളുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാപ്തിയല്ല. ദൈവ പദ്ധതിക്ക്, ദൈവമേ നിന്റെ ഹിതം എന്തെൻ്റെ ജീവിതത്തിൽ ആവശ്യമോ അത് മാത്രം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയും, എന്നും നോക്കണം, രാവിലെ വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അങ്ങയുടെ ഹിതം എന്തോ അപ്രകാരം മാത്രം അടിയൻ്റെ ജീവിതമായിരിക്കണമേ. അടിയൻ അങ്ങയിൽ ആശ്രയം വയ്ക്കുന്നു. അങ്ങയുടെ ഹിതത്തിന് വിപരീതമായി ഒന്നും അടിയൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഞാൻ ബലഹീനനാണല്ലോ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. നാം ചിന്തിക്കുക, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഭൗതിക സുഖ സൗകര്യങ്ങളുടെ പ്രാപ്തി, സ്വന്തം കാര്യങ്ങളുടെ നേട്ടം, അതോ ഈ ജീവിതം കൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി നിത്യരക്ഷയുടെ അംശികളായി തീരുവാൻ, ദൈവത്തിൻ്റെ ഹിതത്തെ പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിനായിട്ട് നൽവരത്തിനായി പ്രാർത്ഥിക്കുന്നു? എന്താണ് നാം പ്രാർത്ഥിക്കുന്നത്? നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം. ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളെ ഉത്തരവാദിത്വത്തോട് ദൈവത്തിന് പ്രസാദകരമായി ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾക്ക് സാധ്യമായി തീരുക. മൂന്നാമതായിട്ട് കുറുവാക്യത്തിൽ നിന്നും വായിച്ചു, എൻ്റെ മുഖം അന്വേഷിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. തന്നെ താഴ്ത്തുക, പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് പറഞ്ഞത് എൻ്റെ മുഖം അന്വേഷിക്കുക. ദൈവജനം ശുഷ്കാന്തിയോടെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെങ്കിലേക്ക് തിരിയണം. ദൈവീയ സാന്നിധ്യത്തിനായി വാഞ്ചിക്കണം.
അല്ലെങ്കിൽ ആഗ്രഹിക്കണം. അതെങ്ങനെയെങ്കിലും തൻ്റെ ദുരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനായിട്ടാകരുത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം, എൻ്റെ രോഗാവസ്ഥയ്ക്കൊന്ന് മാറ്റം വരണം, എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തുള്ള ആ ദുരിത അവസ്ഥയ്ക്കൊന്ന് മാറ്റം വരണം. അതിനായിട്ടായിരിക്കരുത്. അങ്ങനെയെങ്കിൽ അത് സ്വാർത്ഥതയാണ്. പിന്നെയോ എന്താണ് വേണ്ടത്? സ്ഥിരമായി നിരന്തരമായി ദൈവത്തെങ്കിലേക്ക് തിരിയണം. നാം താൽക്കാലികമായിട്ട് ദൈവസന്നിധിയിൽ കാര്യസാധ്യത്തിന്, പലരെയും എനിക്കറിയാം, കാര്യസാധ്യത്തിനായി ദൈവസന്നിധിയിൽ പോയി പിന്നെ അവരവരുടെ ഇഷ്ടമനുസരിച്ച്, നമുക്കറിയാം 10 കുഷ്ഠരോഗികൾ വന്നിട്ട് അവർ 2 പേര് തിരിച്ചു വന്നു, ബാക്കി 8 പേര് ഓടിക്കളഞ്ഞു. കർത്താവ് ചോദിച്ചു, എന്ത് ചെയ്യാ 8 പേര്? 2 പേര് മാത്രമേ വന്നുള്ളൂ. ഇതേ സ്ഥിതി ഇന്ന് അധികം പേരുടെയും ജീവിതത്തിലുണ്ട്. പിന്നെയോ സ്ഥിരമായി, അതുകൊണ്ട് നിരന്തരമായി ദൈവത്തെങ്കിലേക്ക് തിരിയണം. ആ തിരിച്ചറിവ് മനുഷ്യായുസ് ഇഹത്തിൽ അസ്ഥിരതയുള്ളതും ഏത് നിമിഷവും മാറ്റപ്പെടാവുന്നതുമാകുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കും. എന്താണെന്നറിയാമോ? നമുക്ക് സ്ഥിരമായിട്ടൊന്നും ഈ ലോകത്തില്ല, എല്ലാം അസ്ഥിരമാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ അടുത്ത നിമിഷം ദൈവം പറയും, മോനെ ഇനി കയറി വാന്ന് പറഞ്ഞാൽ പോയേ പറ്റും. നാളത്തെ ദിവസത്തെ കിട്ടി എനിക്ക് പറയാനൊക്കെയില്ല. അതാണ് നമ്മുടെ ജീവിതം. എങ്കിൽ നാം എന്തിനു വേണ്ടി കാക്ഷിക്കണം? എൻ്റെ ആത്മാവ് ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്. ആയതിനാൽ കിട്ടുന്ന നിമിഷം, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ദാസന് ഞങ്ങളുടെ അൽക്കുസൈസ് പ്രാർത്ഥനയിൽ വന്ന് പ്രസംഗിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ചിലർ പറയും പെട്ടെന്നുള്ള മരണം നല്ലതാണ്, ചിലർ 1 ആഴ്ച 2 ആഴ്ച കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മരിക്കും, അയ്യോ അത് കഠിനമാണെന്ന് പറയും. അദ്ദേഹം ചോദിച്ചു, ഏതാ നല്ലത്? പെട്ടെന്ന് മരിക്കുകയാണോ അതോ ഇച്ചിരി താമസിച്ച് ഇങ്ങനെ കഷ്ടതയൊക്കെ അനുഭവിച്ച് മരിക്കുന്നതാണ് നല്ലത്? നേരം പലർക്കും പല സംശയമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ആ കഷ്ടത അനുഭവിച്ച് മരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ തൻ പശ്ചാത്തപിക്കും, കുറവുകളെ ഏറ്റുപറയും, ഒരവസരം തന്നു വീണ്ടും ഒരു രൂപാന്തരത്തിന് വേണ്ടി. പക്ഷെ പെട്ടെന്നുള്ള മരണമാകുമ്പോൾ പശ്ചാത്തപിക്കുവാൻ അവസരം കിട്ടാതെ പോകും, നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ക്ലേശങ്ങളും കഷ്ടതകളും ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കണ്ണീരോട് തിരിയുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. ഹല്ലേലൂയ. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സങ്കീർത്തനം 144:4 പറയുന്നു, മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകും. മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകും. ആയതിനാൽ സ്ഥിരതയുള്ളതും നിത്യവുമായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായ അവകാശത്തിനായി കാക്ഷിക്കുക, പ്രവർത്തിക്കുക, അതാണ് ആവശ്യം. കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. മത്തായിയുടെ ശേഷം 16:26, മർക്കോസിൻ്റെ ശേഷം 8:36 പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? തിരുവചനം പറയുന്നു, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55:6-7 പറയുന്നു, യഹോവയെ ആയതിനാൽ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവനവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ഇത് 2ാമത്തെ കുറിവാക്യമായിട്ട് നാം വായിച്ചു. യഹോവയെ അന്വേഷിക്കുക. 14:4 പറഞ്ഞു, യഹൂദ രാജാവ് കൽപ്പനയും ആചരിച്ച് നടക്കണം. യഹോവയെ അന്വേഷിക്കുക എന്ന ക്രിയാപദം 14 മുതൽ 16 വരെയുള്ള അധ്യായത്തിൽ 8 പ്രാവശ്യവും ആകെ 30 പ്രാവശ്യവും ദിനവൃത്താന്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹോവയെ അന്വേഷിക്കുക എന്നത് ഒന്ന്, ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ യഹോവയെങ്കിലേക്ക് തിരിക എന്നത്. ആത്മാർത്ഥമായ പ്രാർത്ഥന, നിഷ്കളങ്കമായ ഹൃദയത്തോടുള്ള പ്രാർത്ഥന, പൂർണ്ണ ഹൃദയത്തോട് ആത്മാർത്ഥതയോടുകൂടി ദൈവസന്നിധിയിലേക്ക് തിരിയുക. യെശയ്യാപ്രവചനം 55:6 പറയുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. യേശുക്രിസ്തു ഇതിന് ഒരു പൂർണ്ണ മാതൃകയാണ്. ഞാൻ ഇന്ന് പറയുന്ന മാതൃകയെല്ലാം യേശുക്രിസ്തുവിൽ നിന്നാണ്. കാരണം മറ്റ് ഒന്നിനേക്കാളും ക്രിസ്തുവിലുള്ള ആ ഒരു മാതൃക, അതാണ് പൗലോസ് പറഞ്ഞത്, ഒരു ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ ക്രിസ്തു ആയി തീരുന്നു. മർക്കോസ് സുവിശേഷം 1:35 നമ്മൾ വായിക്കുന്നുണ്ട്, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്തതാണ്. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു.
ലൂക്കോസ് സുവിശേഷം 5:16 പറയുന്നു, അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? യേശു പതിവായി ഏകാന്തമായ സ്ഥലങ്ങളിലേക്ക് പോയി പ്രാർത്ഥിക്കുകയും പിതാവിനെ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് ദിവസവും തൻ്റെ ജീവിതത്തിൻ്റെ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തനമാണ്. നാം എത്രമാത്രം ദൈവസന്നിധിയിലേക്ക് ഏകാന്തതയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നു എന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കർത്താവിനെയാണ് നാം അനുരൂപപ്പെട്ടു പോകേണ്ടത്. അവൻ പറഞ്ഞു, ഞാൻ സ്വയമായിട്ട്, കർത്താവ് പറഞ്ഞ അതുകൊണ്ടാണ്, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ സംസാരിക്കും. യോഹന്നാൻ സുവിശേഷം 8:28 അതാണ് പറഞ്ഞത്. എന്താണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്? അത് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത്. സ്വയമായിട്ടൊന്നുമില്ല, സ്വയമായിട്ട് എടുക്കുവാനൊന്നുമില്ല, ഒന്നും പോഴുവാനില്ല എന്ന് നമ്മളോട് പറയാം. നിന്റെ ഉള്ളങ്ങളിൽ ഞാനില്ല, എന്നിൽ നീ വസിക്കാതെ നീ ഒന്നുമല്ല എന്ന് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാം എന്താണ്? ഒന്നുമല്ല. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ കർത്താവേ നിന്റെ ശക്തി എന്നിൽ പകരണമേ. ഞാൻ നിങ്ങളോട് ഇന്ന് വചനം പറയുമ്പോൾ ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നത്. നടക്കുമ്പോൾ ഓടുമ്പോഴൊക്കെ പറയും, താവേ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അടിയൻ്റെ ഉള്ളങ്ങളിൽ തരണമേ. അതിൻ്റെ നാവ് ഹല്ലേലൂയ വാക്കുകളെ വഴങ്ങിത്തരണമേ. താവേ ഞാൻ അല്ലാതെ ഒന്നുമല്ലല്ലോ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്ക് സ്പർശനത്തിൽ എനിക്കറിയാൻ പറ്റും. അത് എപ്പോഴും തോന്നാത്ത ഒരു ശക്തി എന്തോ എന്നിൽ കൂടിയാവരിക്കുന്നതായി കാണും. ഇതൊക്കെ എൻ്റെ ഞാൻ സാക്ഷ്യമാണ്. അത് പറയുവാൻ സാധിക്കുമെന്നത് അതുകൊണ്ടാണ്. തിരുവചനം അത് ചെയ്യുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ വചനം പറയും ഇത് 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 എന്ന്. അങ്ങനെയാണ് ഇതൊക്കെയും കുറിക്കുവാനൊക്കെ സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് നിങ്ങളോടത് പറയുന്നതിന് കാരണം ഇത് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഏറ്റുകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഈ കർത്താവിൻ്റെ ജീവിതവുമായിട്ടൊന്ന് കൂട്ടിത്തടിച്ചു നോക്കണം. അതിന് അനുദിനം കർത്താവ് പ്രാർത്ഥനയിലെ പിതാവുമായിട്ട് ഹല്ലേലൂയ ആയിത്തീർന്നു. അതാണ് ആ ദൈവത്തെ ഒന്ന് അന്വേഷിക്കുന്ന അനുഭവം. ദൈവത്തെ മറന്നു കളയുന്ന അനുഭവമല്ല, ദൈവമായിട്ടൊന്ന് കൂട്ടിച്ചേരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തു നമ്മൾക്ക് കാട്ടിത്തന്ന അനുസരണം എന്താണ്? യേശു പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴടങ്ങി ജീവിച്ചു, മരണം വരെ പോലും. എന്ത് പിതാവ് കൽപ്പിച്ചുവോ, എന്തിനു വേണ്ടി അയച്ചുവോ, അപ്രകാരം പൂർണ്ണതയായി നിർവഹിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം അതിന് ശ്രമിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവിൽ കൂടി നാം അറിയേണ്ടത്. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം എന്താണ്? ഇതിൽ നാം എന്താണ് പഠിക്കേണ്ടത്? ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നത് ഇടയ്ക്കിടെ മാത്രമല്ല, എപ്പോഴേലും ആവശ്യം വരുമ്പോഴല്ല, ഏതെങ്കിലും ഇച്ചിരിയും സമയം കിട്ടുമ്പോഴല്ല, ദൈനംദിനവും ബന്ധപരവുമാണ്. വിത്ത് റിലേഷൻ, ക്ലോസ് റിലേഷൻഷിപ്പ്. ഞാൻ പറയുമല്ലോ, ഞാൻ ഓടാൻ പോകുമ്പോഴും നടക്കാൻ പോകുമ്പോഴും ഒക്കെയും ഞാൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ വചനമൊക്കെയാണ് എന്നെ അതിൽ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, അതിന് ആൻസേഴ്സ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അത് സ്ഥിരമായിട്ട് നിൽക്കാറില്ലെങ്കിലും പക്ഷേ എന്നെ ആ സമയങ്ങളിലൊക്കെയും അതിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. ചില കാര്യങ്ങളൊക്കെയും ഞാൻ അത് നോട്ട് ചെയ്യാറുണ്ട്. പറയുന്നതിനർത്ഥം എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മൾക്കത് ചെയ്യണം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു ദാസി പ്രസംഗിക്ക് പറഞ്ഞു, തിരുവല്ലയിലേക്ക് പോയി പറഞ്ഞു, ഞാൻ വഴിയാത്രയിൽ ഷാർജയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഇതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചും ദൈവവുമായി സംസാരിച്ചുകൊണ്ടും ഇരിക്കുമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് ദൈവ സാന്നിധ്യത്തിനും നീതിക്കും വേണ്ടി വിശന്ന് ദാഹിക്കുക. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ഒരു ഹൃദയം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകണം. മത്തായി സുവിശേഷം 5:8 പറയുന്നു, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി സുവിശേഷം 5:6 പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ദൈവഹിതം ചെയ്യുന്നതിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ദൈവഹിതത്തിന് വിപരീതമായ എല്ലാ പ്രവൃത്തികളും പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുക. സകലവിധ തിന്മകളെയും അകറ്റി ദേശത്തെ ശുദ്ധീകരിച്ചു എന്ന് വാക്യങ്ങൾ 2 ദിനവൃത്താന്തം 14:2-7 ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. ആ ഭാഗം എടുത്തൊന്ന് വായിച്ചു നോക്കണം. മനസ്സിരുത്തി ഒന്ന് വായിക്കണം, എന്താണ് എങ്ങനെയാണ് എന്ന്. അതെ, ഹൃദയ ശുദ്ധീകരണം, സ്വയ ഹൃദയ ശുദ്ധീകരണം, ദേശത്തിൻ്റെ ശുദ്ധീകരണം, കുടുംബത്തിൽ ശുദ്ധീകരണം, സഭയിൽ കൂട്ടായ്മയിൽ ശുദ്ധീകരണം അനിവാര്യമാണ്. നമ്മളാൽ സാധ്യമായ കാര്യങ്ങളാണ്. ദേശത്തിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, നാം സ്വയം ശുദ്ധീകരിക്കുക, എൻ്റെ ഉള്ളങ്ങളിലുള്ള തിന്മകളെ അകറ്റിക്കളെ, നന്മകൾ മാത്രം ഉൾക്കൊള്ളുക. അതുപോലെ അങ്ങനെ ആയിരിക്കുമ്പോൾ നാം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദേശത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറുവാൻ തക്കണം. അത് ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിന് തന്നെ
മാറ്റും. നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. നീ ക്രിസ്തുവിലായാൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണുനീരിന്റെ വിലയാൽ ആ കുടുംബം മാറ്റപ്പെടും. സഭയിൽ പ്രാർത്ഥന അവിടെ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മയിലൂടെ അവിടെ വ്യതിയാനം ഉണ്ടാകും. നമ്മുടെ കൂട്ടായ്മയിൽ അതുണ്ടാകും. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ കൂട്ടായ്മ ആചരിക്കാനുള്ള കാരണം ആ ഒരു വലിയ അനുഗ്രഹത്തിന്റെ പാത്രങ്ങളായി നിങ്ങൾ തീർന്നിരിക്കുന്നത് കൊണ്ടാണ്. എല്ലായിടവും ദൈവത്തിന് മുഖ്യസ്ഥാനം നൽകുക. ഇരുട്ടകറ്റി പ്രകാശത്തിന് സ്ഥാനം നൽകുക. ഇരുട്ടല്ല, അന്ധകാരമല്ല, നമ്മുടെ ഉള്ളങ്ങളിൽ ദിവ്യ പ്രകാശമുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. നാലാമതായിട്ട് നമ്മുടെ ആത്യന്തിക സഹായമായിട്ട്, ആത്യന്തിക സഹായം എന്ന് വെച്ചാൽ അവസാന ആശ്രയമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യും. ലോകത്തിൽ ആശ്രയിച്ചത് മതിയാക്കുക. ലോകത്തിൽ ആശ്രയിച്ചിട്ട് എന്ത് പ്രാപ്തി, എന്ത് നേടി എന്നൊന്ന് ചിന്തിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക. അതിനാൽ നമ്മൾക്ക് പറയുവാൻ സാധിക്കണം, എബ്രായലേഖനത്തിൽ പറഞ്ഞതുപോലെ 13:6 പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോടെന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാൻ സാധിക്കണം. നമ്മൾ മനുഷ്യനെ ഭയപ്പെടേണ്ട കാര്യമില്ല, ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യം ദൈവം എനിക്ക് തുണ എന്ന് പറയുവാൻ ഒരു ദൈവ പൈതലിന് സാധ്യമായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. കൂടാതെ തന്നെ അന്വേഷിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുന്നു എന്ന നിശ്ചയം ഉണ്ടായിരിക്കും. പക്ഷേ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുന്നു എന്ന നിശ്ചയം ഉണ്ടായിരിക്കും. അത് എന്താണ് എനിക്കുള്ള പ്രതിഫലം? ഈ പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എന്ത് പ്രതിഫലമാണ്? നമ്മളൊക്കെ ഭൗതികമായ പ്രതിഫലത്തെ പറ്റിയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പോകുന്നത്. ആ പ്രതിഫലമല്ല, ഒരു നിത്യരക്ഷയുടെ അനുഭവം, നിത്യജീവൻ, അനന്തമായ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ ദൈവം എത്തിക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭവനം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നിടത്ത് നാം കാണുമെന്നുള്ളതാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ വിശ്വാസം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകണം. നാം ആദ്യത്തെ കുറിവാക്യത്തിൽ വായിച്ചുവല്ലോ, പ്രാർത്ഥിക്കണം, താഴ്മയാകണം, പ്രാർത്ഥിക്കണം, അല്ലേ, യഹോവയെ അന്വേഷിക്കണം. നീ അതിൽ പറയുന്ന നാലാമത്തെ ഒരു കാര്യം എന്താണ്? തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക എന്ന് അവരോട് ദൈവം പറഞ്ഞു. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക. ദൈവം അവരുടെ ഹല്ലേലൂയ ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിയുക എന്ന് പറയുമ്പോൾ, ദൈവം പറയാണ് അവരുടെ ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിയുക എന്ന് പറയുമ്പോൾ, അത് മാനസാന്തരത്തിലേക്കും പുനഃസ്ഥാപനത്തിലേക്കുമുള്ള ദൈവത്തിന്റെ ക്ഷണത്തിന്റെ ഭാഗമാണ്. നമ്മളോട് പറയാണ്, തിന്മകളെ വിട്ടുതിരിഞ്ഞ് നീ എൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. ഒരു പുനഃസ്ഥാപനം നിന്റെ ജീവിതത്തിൽ, ഒരു മാനസാന്തരത്തെ അനുഭവം, ഒരു പുതുക്കത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുഷ്ടവഴികളിൽ നിന്ന് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം നൽകും. ഇത് നമ്മുടെ കുറിവാക്യമാണ്. ഹല്ലേലൂയ. ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകളുടെ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് നിനവയിലെ ജനം. അവർ ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ആളുകളുടെ ജീവിക്കുന്ന ഉദാഹരണമാണ്. പാപത്തിൽ നിന്ന് തിരിഞ്ഞു വന്നത് ദൈവത്തിന്റെ കരുണയിലേക്കും ക്ഷമയിലേക്കും ശാരീരിക ആത്മീയ രക്ഷയിലേക്കും എത്തപ്പെട്ടു എന്ന് നാം കാണുന്നു. യോനയിലൂടെ ദൈവത്തിന്റെ മുന്നറിയിപ്പ് ഒരു നഗരത്തെ രക്ഷിച്ചു. യോന 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. യോന ദൈവത്തിന്റെ മുന്നറിയിപ്പ് പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? 40 ദിവസത്തിനുള്ളിൽ നിനവെ നശിക്കപ്പെടും എന്നാണ് അവിടെ പ്രസംഗിച്ചത്. അവിടെ എന്ത് ചെയ്തു? രാജാവ് മുതൽ സാധാരണക്കാരൻ വരെയുള്ള ആളുകൾ അനുതപിച്ചു, ഉപവസിച്ചു, ദുഷ്ടവഴികളിൽ നിന്ന് തിരിഞ്ഞു. ഇവിടെ എന്താണ് കാണിക്കുന്നത്? അവർ ഉപവസിച്ചു, അനുതപിച്ചു. ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഷാർജയിൽ നിന്ന് വന്നിട്ട് പ്രസംഗിച്ചു. ഈ യുവനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അദ്ദേഹം ഞാൻ ഈ 7 കാര്യങ്ങൾ തന്നെ അവിടെ പറഞ്ഞതാണ്. അനുതപിച്ചു, ഉപവസിച്ചു. അതല്ല, അവിടെ ഏറ്റവും വലിയ ഒരു കാര്യം പറഞ്ഞെന്താ? ദുഷ്ടവഴികളിൽ നിന്ന് വിട്ടുതിരിഞ്ഞു. നമ്മുടെ ദുഷ്പ്രവർത്തികൾ നാം അനുതപിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും. പക്ഷെ അന്തരംഗങ്ങളിൽ
ഇന്നും നമ്മുടെ തിന്മകളെ അകറ്റിക്കളവാൻ നാം ശ്രമിക്കാറില്ല. നമ്മൾ ഇന്നലെ വരെ നടന്ന വഴിയിൽ നിന്ന് വിട്ടുതിരിയുവാൻ നാം ആഗ്രഹിക്കുകയില്ല. നാം ആ ദുഷ്ടപ്രവർത്തികളിൽ നിന്നൊന്നും മാറുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പുതുക്കത്തിൻ്റെ അനുഭവമാണ്. അനുതപിക്കുന്നത് ശരി തന്നെ, ഉപവസിക്കുന്നത് ശരി തന്നെ, പ്രാർത്ഥിക്കുന്നത് ശരി തന്നെ. പക്ഷേ നമ്മുടെ തിന്മകളെ, നമ്മുടെ ദുഷ്ടപ്രവണതകളെ, ദുഷ്ടചിന്തകളെ നമ്മുടെ ഉള്ളങ്ങളിൽ അകറ്റി ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം വന്നില്ലെങ്കിൽ അവിടെ ഫലദായകമാകത്തില്ല. ദൈവത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. അവർ ചെയ്തതും അവർ എങ്ങനെ ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞതും കണ്ടപ്പോൾ ദൈവം അനുതപിച്ചു എന്നാണ് പറയുന്നത്. യോനായുടെ 3:10 പറയുന്നത് എന്താണ്? അവർ ചെയ്തതും അവർ എങ്ങനെ ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞതും കണ്ടപ്പോൾ ദൈവം അനുതപിച്ചു. അനുതാപം അങ്ങനെയാണ്. ദുഷ്ടവഴികളിൽ നിന്ന്, കഴിഞ്ഞ വഴികളിൽ നിന്ന് മാറി ഒരു പുതുവഴിയിലേക്ക് നടക്കുക, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരിക. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ്? ആളുകൾ യഥാർത്ഥത്തിൽ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി അനുദപിച്ചാൽ ഒരു ദുഷ്ടനഗരത്തെ പോലും രക്ഷിക്കാൻ കഴിയും. ന്യായവിധിയേക്കാൾ കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവജനം ആത്മാർത്ഥമായി അനുദപിച്ച് സകലവിധമായ പാപചിന്തയിൽ നിന്നും, പാപപ്രവർത്തികളിൽ നിന്നും, പാപപ്രവർത്തികളിൽ നിന്നും, എല്ലാവിധമായ വിഗ്രഹ ആരാധനയിൽ നിന്നും, ഏതെല്ലാമായിരിക്കോട്ടെ വിഗ്രഹ ആരാധന, തിരിഞ്ഞ് നശ്വരമായ ലോകമോഹങ്ങൾക്ക് അനുരൂപമാകാതെ അതിനെ പാടെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ കരുണയ്ക്കായും പാപക്ഷമയ്ക്കായിട്ടും വിശുദ്ധീകരണത്തിനായിട്ടും ദൈവത്തോട് അടുത്തു ചെല്ലും. അങ്ങനെയാണ് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നത്. എബ്രായർ 4:16 അതുകൊണ്ട് വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അങ്ങനെയാണ് നാം കൃപാസനത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത്. ഇപ്രകാരം നാം ചെയ്യുമെങ്കിൽ 3 വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ ദൈവം നിവർത്തിക്കും. 1, ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, നമ്മുടെ മനസ്സിൽ കാട്ടും. 2, ദൈവം നമ്മോട് ക്ഷമിക്കുകയും പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കുകയും ദൈവീയ പ്രസാദം, സാന്നിധ്യം, ദൈവീയ സമാധാനം, സത്യം, നീതി, ദൈവീയ ശക്തി എന്നിവ നമ്മളിൽ പുനഃസ്ഥാപിക്കും. നാം ദൈവത്തിനുള്ള മക്കളായിട്ട് തീരും, അതിന് മാറ്റമില്ലാത്തവരായിത്തീരും. നാം യോവേലിൻ്റെ പുസ്തകത്തിൽ വായിക്കാറുണ്ട്. ആ കാലത്തെ പറഞ്ഞത് എന്താണ്? യോവേൽ പ്രവചൻ പറഞ്ഞത്, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവി. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മളോട് ഹൃദയം നുറുങ്ങിയവരായിട്ട് ദൈവസന്നിധിയിലേക്ക് താഴ്മയോടും എളിമയോടും ഹല്ലേലൂയ നമ്മൾ കടന്നു ചെല്ലണം. 3-ാമതായിട്ട് ദൈവം നമ്മുടെ ദേശത്തെയും ജനത്തെയും സൗഖ്യമാക്കും. അതെ, ദൈവം മുൻകണ്ട് പറഞ്ഞിരിക്കുന്നത് സംഭവിക്കുവാൻ സാധ്യമായി തീരും. പ്രവചനം ഇപ്രകാരമാണ്, അത് സംഭവിച്ചതാണ്. യോവേൽ പ്രവചനം 2:28 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. എന്നാൽ യഹോവയുടെ നാം വിളിച്ചപേക്ഷിക്കുന്നവർ ഏവരും രക്ഷിക്കപ്പെടും. യഹോവ അരുളിച്ചതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിതഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഈ പ്രവചനം ഒരു പരിധിവരെ, ഹല്ലേലൂയ സ്തോത്രം, നാം പ്രവർത്തികളുടെ പുസ്തകത്തിൽ 2:1-4 വരെ ഭാഗത്ത് സംഭവിച്ചതായിട്ട് കാണാം. അവിടെ പത്രോസ് പറയുന്നുണ്ട്, ഇന്ന് എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവാത്മാവിൻ്റെ ശക്തി നാമും രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി. എല്ലാവരും ദൈവത്തിനുള്ളവർ എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ദൈവഹിതപ്രകാരം ഈ ജീവിതം നയിപ്പാൻ അനുദിനം ശുദ്ധീകരണത്തിലൂടെ ഒരുമയോടുകൂടി നാം ഓരോരുത്തരും മുന്നോട്ട് പോകണം. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ദൈവവചനം നമ്മളെ ഓരോരുത്തരെയും നന്മയുടെ മാർഗത്തിലേക്ക് നടത്തി നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകർന്നു നിന്ന് നിത്യയോളം നമ്മളെ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.